രണ്ടാമത്തത്, അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു തിരിച്ച് സഹായിക്കും. ഈ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കും. ഈ യൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തും. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിനെ ഓർത്താൽ അള്ളാഹു നമ്മളെ ഓർക്കും. അദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കും. നാലാമത്തെ കാര്യം, എന്ത് നിഅമത്താണോ നമുക്ക് ചെയ്തത് അതിൽ നമ്മൾ അള്ളാഹുവിന് ശുക്ർ ചെയ്താൽ അള്ളാഹ് തിരിച്ചു തരും. ലഇൻ ശകർത്തും ലഅസീദന്നക്കും ലഇൻ കഫർത്തും. അത് നമ്മൾ വാഹനത്തും ഒട്ടിക്കില്ല. ലഇൻ ശകർത്തും ലഅസീദന്ന, അത് മാത്രമേ ഒട്ടിക്കുള്ളൂ. ലഇൻ കഫർത്തും മിൻ അദാബി ലശദീദ്. വണ്ടി ഓടിക്കണം, വണ്ടി ഒരു നിഅമത്താണ്. അത് മര്യാദക്ക് ഓടിച്ചിട്ടില്ലെങ്കിൽ, അത് തെറ്റായ കാര്യങ്ങളിലേക്ക് പോയാൽ മിൻ അദാബി ലശദീദ്, വലിയ ആക്സിഡന്റ് വരും, വലിയ വിപത്ത് വരും, പ്രയാസങ്ങൾ ഉണ്ടാവും. അതും അള്ളാഹ് അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ആഗ്രഹിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്, ഓർക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ലഇൻ ശകർത്തും ലഅസീദന്നക്കും. ഈ 4 കാര്യങ്ങളിലും അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. ഒരടിമ എൻ്റെ റബ്ബേ എന്ന ഹൃദയത്തിൻ്റെ അടിത്തട്ടെന്ന് വിളിച്ചാൽ അള്ളാഹു അതിന് ഉത്തരം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സലുല്ലാഹ മിൻ ഫദ്ലി ഫഇന്നല്ലാഹ അസ്സ വജല്ല യുഹിബ്ബു അൻ യുസ്അല. പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ മഹത്വം, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ചോദിക്കുന്നവനെയാണ്. അപ്പൊ നമ്മളിങ്ങനെ ചോദിച്ചാൽ തന്നെ അള്ളാഹ്ക്ക് നമ്മോട് എന്ത് ചെയ്യും? ഇഷ്ടം കൂടും. നമ്മളൊരാളോടൊരു കാര്യം 4 വട്ടം ചോദിച്ചാൽ എത്ര ക്ഷമാലുവായ ആളാണെങ്കിലും അയാൾ തട്ടിക്കയറും, ചോദിച്ചെന്നെ ചോദിച്ചാൽ. പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബ്. ചോദിക്കുന്നതിനനുസരിച്ച് അടിമയോട് അള്ളാഹുവിന് ഇഷ്ടം കൂടും. ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി തആല മിനദ് ദുആ. ഒരടിമ ഉടമസ്ഥനായി അള്ളാഹുവിന് കൊടുക്കുന്ന ആദരവിൽ ഏറ്റവും വലിയ ആദരവ് പ്രാർത്ഥനയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോനെ നമ്മൾ ആദരിക്കാനും ബഹുമാനിക്കാനും തീരുമാനിച്ചാൽ പ്രാർത്ഥിക്കണം, ചോദിക്കണം. നമ്മളൊക്കെ എഴുന്നേറ്റ് പോകുന്നത് കണ്ടാൽ തോന്നുക ഞാൻ ഈ നിസ്കരിച്ചത് തന്നെ അധികമാണ്, കണ്ടറിഞ്ഞ് പടച്ചോൻ തന്നോട്ടെ എന്നാണ്. ഇല്ല, ചില ആൾക്കാരൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് ചാടി പോണത് കണ്ടാൽ തോന്നലുണ്ടല്ലോ, ആ ഭാവത്തിൽ നിന്ന് നമുക്ക് തോന്നുന്ന എന്താണ്? ഇതൊക്കെ തന്നെ അധികമാണ്, വേണമെങ്കിൽ തന്നോട്ടെ എന്നാണ്. ഇല്ല, വേണമെങ്കിൽ തരില്ല. ചോദിച്ച് കണ്ടറിഞ്ഞ് ചോദിച്ചാലേ പടച്ച റബ്ബ് തരുള്ളൂ. പടച്ചോ നമ്മൾ ആദരിക്കാൻ തീരുമാനിച്ചാൽ ചോദിക്കന്നെ വേണം, ചോദിക്കാതിരിക്കരുത്. അപ്പൊ ഒന്നാമത് പ്രാർത്ഥനയുടെ മഹത്വം, അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്നതാണ്. അതിനേക്കാൾ വലിയൊരു ആദരവ് നമുക്കില്ലല്ലോ. പടച്ചോനെ ഇഷ്ടപ്പെടുക, പടച്ചോന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തുക. പടച്ചോനോടല്ലാത്ത ഒരാളോടും ചോദിക്കാതിരിക്കും. അത് മനുഷ്യനായാലും ജിന്നായാലും മലക്കായാലും എന്തെങ്കിലും വസ്തുക്കളായാലും ഏതെങ്കിലും ശക്തികളായാലും ഇതിനോടൊന്നും ചോദിക്കാൻ പാടില്ല. അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. കാരണം അവർ അശക്തരാണ്, അടിമകളാണ്. നമ്മളെ സഹായിക്കാൻ കഴിവുള്ളവരല്ല, ഉത്തരം നൽകാൻ കഴിവുള്ളവരല്ല. ഒരു നിസ്സാര വസ്തു പോലും സൃഷ്ടിക്കാൻ അവർക്ക് കഴിയില്ല, അവരുടെ ഉപദ്രവം പോലും നീക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് പടച്ച റബ്ബിനോട് മാത്രം നമ്മൾ ചോദിക്കുക, ചോദിക്കുന്ന അള്ളാഹു തരും.